ഹലോ, ഒരുപാട് പേര് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങിയിട്ട് അത് വിജയിക്കാതെ പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഫ്രീ ആയതുകൊണ്ടും ആർക്ക് വേണമെങ്കിലും പരീക്ഷിക്കാവുന്നതുകൊണ്ടും ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകളിൽ ജോയിൻ ചെയ്തിട്ട് ലിങ്കുകൾ എടുത്തിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ചുമ്മാ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് നമ്മളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഓഡിയൻസ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് വരുന്ന ഓഡിയൻസിൻ്റെ അടുത്ത് ഇവർ റാൻഡം ആയിട്ട് ഈ ലിങ്ക് മെസ്സേജ് ആയിട്ടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടന്റ് ആയിട്ടും പ്രൊമോഷനൊക്കെ ആയിട്ട് ഈ ലിങ്കുകൾ ഡയറക്റ്റ് അയച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് ഈ അഫിലിയേറ്റ് ഓഫറിലേക്കാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയുടെ ഡയറക്റ്റ് ചെക്കൗട്ട് പേജിലേക്കോ അല്ലെങ്കിൽ സെയിൽസ് പേജിലേക്കോ ആണ്. അപ്പോൾ നമ്മളുടെ ഓഡിയൻസിൽ നിന്ന് ആരൊക്കെയാണ് അത് വിസിറ്റ് ചെയ്തത് എന്നുള്ള ഡാറ്റ നമുക്ക് കിട്ടില്ല. ഈ ഡാറ്റ വളരെ ക്രൂഷ്യലാണ്. ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനും അതിനെ പിന്നെ വീണ്ടും റീമാർക്കറ്റ് ചെയ്യുന്നതിനും പ്രോപ്പറായിട്ട് എക്സ്ട്രാ, അതായത് നമ്മൾ ചെയ്യുന്ന സെയിം എഫേർട്ടിൽ നിന്ന് എക്സ്ട്രാ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ഒന്നുമല്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. അതായത് നമ്മൾ ഡയറക്റ്റ് നമ്മളുടെ ഓഡിയൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ് ഈ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ സെയിൽസ് പേജിലേക്ക് അല്ലെങ്കിൽ ആ ചെക്കൗട്ട് പേജിലേക്ക് നമ്മൾ പറഞ്ഞയക്കുന്നതിന് പകരം നമ്മൾ അതിന്റെ നടുക്ക് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നു. ഈ സിസ്റ്റത്തിനെയാണ് ബ്രിഡ്ജ് ഫണൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് പേജ് അല്ലെങ്കിൽ അഫിലിയേറ്റ് ഫണൽ എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന, അതായത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മളുടെ ഓഡിയൻസിൽ നിന്ന് ആരൊക്കെ ഈ ഓഫറിൽ ഇൻട്രസ്റ്റഡ് ആണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ ഓഫറിലേക്ക് പോകുന്നത്, ആ ഓഫർ പേജ് വിസിറ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിൻ്റെ ഉദ്ദേശം. അതിൽ കുറച്ച് എക്സ്ട്രാ അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈ കസ്റ്റമറിനെ ഡയറക്റ്റ് ഇങ്ങോട്ട് അഫിലിയേറ്റ് ഓഫർ പേജിലേക്ക് പറഞ്ഞയക്കുന്നതിന് പകരം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രിഡ്ജ് ഫണലിലേക്ക് പറഞ്ഞയക്കും. അവിടെ നിന്ന് ആർക്കൊക്കെയാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ഈ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യും. ഈ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവരെ നമ്മളുടെ അഫിലിയേറ്റ് പേജിലേക്ക് അല്ലെങ്കിൽ അഫിലിയേറ്റ് ലിങ്കിലേക്ക് സെൻഡ് ചെയ്യും. ഇതാണ് അതിൻ്റെ മെത്തേഡ്. ആദ്യം പറഞ്ഞ പോലെയുള്ള മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അഫിലിയേറ്റ് ലിങ്കിലേക്ക് സെൻഡ് ചെയ്തിട്ട് അവർ പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇമെയിൽ മാർക്കറ്റിംഗ് വഴി, ഇമെയിൽ ഓട്ടോമേഷൻസ് വഴി അവരെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും വീണ്ടും അവരെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സപ്പോസ് ഇതൊരു ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെന്ന് വെക്കാം. അപ്പോൾ ഈ ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇൻട്രസ്റ്റ് കാണിച്ചു, പക്ഷേ ഈ പർച്ചേസ് ചെയ്യാത്ത ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, മറ്റു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ നിങ്ങളുടെ അടുത്ത് പർച്ചേസ് ചെയ്താൽ തന്നെ അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വാട്സ്ആപ്പ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താങ്ക് യു ഫോർ പർച്ചേസിങ് ദിസ്, ഇത് എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് വാട്സ്ആപ്പ് മാർക്കറ്റിംഗും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, നിങ്ങൾക്ക് വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പിൻ്റെ വേറെ സോഫ്റ്റ്വെയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ സെയിം കസ്റ്റമേഴ്സിന് തന്നെ മറ്റ് അഫിലിയേറ്റ് പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ ഏറ്റവും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഈ പ്രൈസിങ്ങിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ നമുക്ക് കൺട്രോൾ ഇല്ല. ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഓക്കെ നിങ്ങളിത് $100 സെൽ ചെയ്യുന്നത്, എനിക്ക് അതിൽ നിന്ന് $60 ആണ് കമ്മീഷൻ വരുന്നത്. എനിക്ക് $60 കമ്മീഷൻ വേണ്ട, എനിക്ക് $40 കമ്മീഷൻ മതി. എനിക്ക് കസ്റ്റമേഴ്സിന്, ഞാൻ തരുന്ന കസ്റ്റമേഴ്സിന് നിങ്ങൾ $80 സോഫ്റ്റ്വെയർ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മേലിൽ നമുക്ക് വലിയ കൺട്രോൾ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന് നമ്മൾ ത്രൂ പർച്ചേസ് ചെയ്യുന്നതിലും അല്ലാതെ ഡയറക്റ്റ് കമ്പനിയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതിലും വലിയ ഡിഫറൻസ് തോന്നില്ല. അപ്പം നമ്മൾ ത്രൂ പർച്ചേസ് ചെയ്യാൻ നമ്മളൊരു റീസൺ കൊടുക്കണം അവർക്ക്. ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രൂ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് കുറവാണെങ്കിൽ അവർ പർച്ചേസ് ചെയ്യും, പക്ഷെ നമുക്ക് അതിൻ്റെ കാർട്ട് വാല്യൂവിൽ നമുക്കതിൽ കൺട്രോൾ ഇല്ല. അപ്പോൾ ഇതെങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളതാണ് ഈ ബ്രിഡ്ജ് പേജ് വെച്ചിട്ട് നമ്മൾ ഇതെങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സപ്പോസ് ഞാനിത് $100 ഈ സോഫ്റ്റ്വെയർ സെൽ ചെയ്യുന്നതെന്ന് വെക്കാം. അപ്പോൾ നമുക്ക് ഇത് $80 കൊടുക്കാനുള്ള കൺട്രോൾ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു വഴി ചെയ്യാം. അതായത് ഇത് ചീപ്പായിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ $100 തന്നെ
നമുക്ക് എക്സ്ട്രാ സോഫ്റ്റ്വെയറുകൾ കൊടുക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ പ്രൊഡക്റ്റുകൾ കൊടുക്കാം. അപ്പോൾ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് സോഫ്റ്റ്വെയർ ഇവരുടെ വെബ്സൈറ്റിൽ പോയി വാങ്ങിക്കുന്ന സമയത്ത് ഇവർ $100 സോഫ്റ്റ്വെയർ കിട്ടുന്ന സമയത്ത് നമ്മളുടെ ത്രൂ ഈ സോഫ്റ്റ്വെയർ $100 വാങ്ങുമ്പോൾ നമ്മൾ എക്സ്ട്രാ പ്രൊഡക്റ്റുകളും കിട്ടും. അപ്പോൾ അത് നമ്മൾ ത്രൂ ഈ സോഫ്റ്റ്വെയർ വാങ്ങാനുള്ള ഒരു റീസൺ ആവും. ഇത് എങ്ങനത്തെ സോഫ്റ്റ്വെയറുകളൊക്കെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർ ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പുഷ് ചെയ്യുന്നതെങ്കിൽ ഇമെയിൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഗൈഡുകൾ കൊടുക്കാം, ഇമെയിൽസ് അയക്കുന്നതിൻ്റെ ടെംപ്ലേറ്റുകൾ കൊടുക്കാം, സീക്വൻസുകൾ കൊടുക്കാം, ഇമെയിൽസിൻ്റെ ഓപ്പൺ റേറ്റ് കൂട്ടാനുള്ള ഹെഡിങ്ങുകൾ കൊടുക്കാം, ഇതുപോലെയുള്ള ഗൈഡുകൾ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ എൻ്റെ ത്രൂ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞാനിത് ഫ്രീ ആയിട്ട് ഇത് കോൺഫിഗർ ചെയ്ത് തരാമെന്ന് പറയാം. ഇതുപോലെയുള്ള ഈ പ്രൊഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട എക്സ്ട്രാ പ്രൊഡക്റ്റുകൾ നിങ്ങളിവിടെ ഓഫേഴ്സ് ആയിട്ട് കൊടുക്കാം. അതായത് നിങ്ങൾ ഈ പേജ് ത്രൂ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇന്ന സാധനങ്ങളും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുമെന്ന് പറയും. ഈ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് ഓഫർ സ്റ്റാക്കിംഗ്. ഓഫർ സ്റ്റാക്കിംഗ് നമ്മൾ ത്രൂ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാനുള്ള ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇവരുടെ ഡാറ്റ കളക്ട് ചെയ്യണം. മനസ്സിലായോ? ഇപ്പോൾ ഈ 3 റീസൺസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ സെയിം എഫേർട്ട് എടുത്തിട്ട് തന്നെ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുമെന്ന്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സെയിം കസ്റ്റമറാണ്, സെയിം പുഷ് ചെയ്യുന്നതാണ്, ചിലപ്പോൾ നിങ്ങൾ ആഡ് റൺ ചെയ്യുന്നുണ്ടാവും. ഈ സെയിം ആഡ് സ്പെൻഡിൽ വരുന്ന കസ്റ്റമേഴ്സ് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടായിരിക്കും വരുന്നത്. ഇവരുടെ ഡാറ്റ നമുക്ക് ഇവിടെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഓട്ടോമേഷൻ വഴി, ഇമെയിൽ ഓട്ടോമേഷൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് പ്രൊഡക്റ്റുകളും ഈസി ആയിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് സെല് ചെയ്യാൻ പറ്റും. സെയിം എഫേർട്ടാണ് ഇടുന്നത്, സെയിം ആഡ്സ് ആണ് റൺ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ മറ്റ് പ്രൊഡക്റ്റുകൾ ചെയ്യാൻ പറ്റും, ഫോളോ അപ്പ് ചെയ്ത് കൂടുതൽ പുഷ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സർവീസുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അപ്സെല്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെയിം എഫേർട്ടിൽ നമുക്ക് എക്സ്ട്രാ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം. ഇതിൻ്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ട്രെയിൻ ചെയ്യുന്നത്. ട്രെയിൻ ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ ആ കംപ്ലീറ്റ് സിസ്റ്റം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സീരിയസ് ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്, നിങ്ങൾ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ.